we have the person who is guided by clarity of vision and driven by purpose. May I now invite Shri Noor Mohammad Noor Shah, Honorable Chairman and Managing Director, Kaliyat Group, to deliver welcome address. Bismillahirrahmanirrahim. Devanamathil ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പ്രഭാകരൻ MLA, വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ രാജീവ്, ഇവിടെ ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മിസ്റ്റർ അനീഷ് IAS, പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്, മിർ മുഹമ്മദ് അലി IAS, ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ KSIDC, Shri P. Vishnuraj IAS, Director of Industries and Commerce, Ms. Minmini, Ward Member, Aravind Shankar, പ്രിയപ്പെട്ട ആഷിഖ്, എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിവിധ വ്യവസായ വകുപ്പിൻ്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും മറ്റ് DICയുടെയും എല്ലാം KSIDCയുടെയും എല്ലാം ബഹുമാന്യ നേതൃത്വങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, 100 വർഷം ഒരു ഗ്രൂപ്പ് വ്യവസായ രംഗത്ത് കേരളത്തിൽ പ്രവർത്തിച്ചു, അതിന്റെ പിൻഗാമികളാകാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന ഒരു സംഗതിയാണ്. 3rd ജനറേഷൻ കഴിഞ്ഞു, 4ാമത്തെ ജനറേഷൻ ഞങ്ങളുടെ വ്യവസായം ഏറ്റെടുക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു സംഗതിയാണ്. അതിന് 5ാമത്തെ തലമുറ സാക്ഷിയാകുന്നു എന്നുള്ളതും വളരെ അപൂർവം കാഴ്ചകളിൽ ഒന്നാണ്. അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 1970കളിൽ ഞാൻ ഈ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ കേരളത്തിന് ആവശ്യമായ ഇരുമ്പ് ഉരുക്ക് സാധനങ്ങളിൽ 95% അന്യ സംസ്ഥാനങ്ങൾ ആശ്രയിച്ചിട്ടായിരുന്നു. 1985 ഞാൻ വ്യവസായ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ കേരളത്തിന്റെ 25% സ്റ്റീലും മാത്രമേ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അന്യ സംസ്ഥാനങ്ങളെ അവരെയാണ് നമ്മൾ ബാധിച്ചിരുന്നത്. പിന്നീട് 95 കുറച്ചുകൂടി വലിയൊരു വ്യവസായം എന്നുള്ള നിലക്ക് പാലക്കാട് എത്തുമ്പോൾ കേരളത്തിന് ആവശ്യമായ 60% സ്റ്റീലും മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. അതിൽ നിന്നല്ല ഒരു മാറ്റം വേണമെന്ന് സമൂഹവും ഗവൺമെന്റും ഡിപ്പാർട്ട്മെന്റുകളും ചിന്തിച്ചത് 90കളിലാണ്. അതൊരു വിപ്ലവമായിരുന്നു. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റും കേരള ഗവൺമെന്റും വ്യവസായ രംഗത്ത് മാറ്റങ്ങൾ വരാതെ കേരളത്തിനൊരു മുന്നോട്ട് പോക്കില്ല എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ ജനങ്ങളെ വ്യവസായ രംഗത്തേക്ക് ആകർഷിക്കുവാൻ ശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്നത്തെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിലുണ്ടായ വ്യവസായ മുന്നേറ്റം അതിന് സാക്ഷിപത്രമാണ്. ഞാനെല്ലാം 95 ഇവിടെ വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾ കയറി ഇറങ്ങി മടുക്കലായിരുന്നു. അതിനൊരു മാറ്റമുണ്ടായത് ഡിപ്പാർട്ട്മെന്റ് നമ്മെ സമീപിക്കുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് ഈ രംഗത്തുണ്ടായ വളർച്ച. നിങ്ങൾക്ക് ഇന്നതെല്ലാം അർഹതപ്പെട്ടതാണ്, നിങ്ങൾക്ക് ലഭിക്കും, ഗവൺമെന്റ് അത് തരാനും അത് സാധ്യമാക്കുവാനും വേണ്ടത് ചെയ്യും എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഒരു തരത്തിലേക്ക് ഇന്നത്തെ വ്യവസായ രംഗം മാറി എന്നുള്ളത് അതിന്റെ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ്, ഗവൺമെന്റിന്റെ ക്വാളിറ്റിയാണ്, അതിന്റെ നിശ്ചയദാർഢ്യമാണ്. അതിന്റെ വിജയമാണ് ഞങ്ങൾ ഇന്നിവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 2010 വരെ കേരളത്തിന് ആവശ്യമുള്ളതിന്റെ 50% സ്റ്റീൽ മാത്രമേ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. പിന്നീട് അത് കുറയുകയാണ് ചെയ്തത്. ഇന്നത് വർദ്ധിച്ചു വരുന്നു.
കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് സ്റ്റീൽ പോകും എന്നുള്ളത് ചിന്തിക്കുവാൻ 2 കൊല്ലം മുന്നേ വരെ കഴിയില്ലായിരുന്നു. ഇന്ന് തമിഴ്നാടിന്റെ 10% സ്റ്റീല് കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ ഉൽപാദനത്തിൽ നിന്ന് ഞങ്ങൾക്ക് അയക്കാൻ കഴിയുന്നു എന്നുള്ളത് അത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. അത് ഇനിയും വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ഈ 2ാമത്തെ സ്റ്റേജ് പൂർത്തിയാകുമ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ നിന്ന് 30 to 40% സ്റ്റീൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ കഴിയും എന്നുള്ള നിശ്ചയദാർഢ്യം, ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ അതിനുള്ള നെറ്റ്വർക്കുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു, ഓർഡറുകൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ തമിഴ്നാടിൽ വലിയൊരു പ്രൊജക്ടിന് സ്റ്റീൽ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ഞങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെയൊരു ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ രംഗത്ത് ഉണ്ടായില്ല എങ്കിൽ, ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളോട് സഹകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാനേ കഴിയില്ല. ഞങ്ങൾ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ അവരുമായി മത്സരിക്കുമ്പോൾ അവർ ചോദിച്ചത് നിങ്ങൾ എങ്ങനെ കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. അത് തമിഴ്നാട് ഗവൺമെന്റിനാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അവർ ചോദിച്ച ചോദ്യമായി, എങ്ങനെ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും, എങ്ങനെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറയാൻ സാധിച്ചത് ഗവൺമെന്റ്, ഈ നേതൃത്വം, ഇന്നത്തെ മന്ത്രി അടക്കമുള്ള മന്ത്രിസഭ അടക്കമുള്ള ഇവിടുത്തെ വ്യവസായ രംഗത്തും KSIDC രംഗത്തും DIC രംഗത്തും ഇൻഡസ്ട്രിയൽ രംഗത്തും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അതുപോലെ ഉള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണമാണ് ധൈര്യപൂർവ്വം ഞങ്ങൾക്ക് അവരോട് അത് പറയാൻ സാധിച്ചത്. തമിഴ്നാട്ടിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു, കർണാടകയിൽ ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. അടുത്ത ഭാവിയിൽ തെക്കേ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നിശ്ചയദാർഢ്യമുള്ള ഒരു തലമുറ വളർന്നു വരുന്നു. ഇവിടെ തൊഴിൽ സൗഹൃദ സമ്പ്രദായം കേരളത്തിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ് അതിന് ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. ഇനിയും മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസം ഉണ്ടാക്കുന്നതിൽ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനിയും വളരേണ്ടതുണ്ട്. കാരണം ഒരുപാട് സാധ്യതകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. ഒരുപാട് പേർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ സംസ്ഥാനം എടുത്താലും ഒരു മാന്യമായ രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ വൈദ്യുതി നൽകുന്ന, ഗ്രീൻ പവർ നൽകുന്ന സംസ്ഥാനം അത് കേരളം തന്നെയാണ്. അത് വലിയൊരു അഭിമാനമാണ്. ഇത്രയധികം തെക്കിലി പോപ്പുലേറ്റഡ് ആയ, ഇത്രയധികം പവർ ആവശ്യമുള്ള സംസ്ഥാനം, അത്രയധികം പവർ കൂടെ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സംസ്ഥാനം ഒരു നല്ല റേറ്റിൽ, കോമ്പറ്റേറ്റീവ് റേറ്റിൽ ഉപഭോക്താക്കൾക്ക് പവർ നൽകുന്നു, അതും ഗ്രീൻ എനർജി നൽകുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഞങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ കാർബൺ എമിഷൻ മിനിമൈസ് ചെയ്ത്, ഇപ്പോൾ ഉണ്ടാക്കുന്ന കാർബൺ എമിഷൻ മിനിമൈസ് ചെയ്ത് ഗവൺമെന്റ് നോംസിനേക്കാളും താഴെയിലേക്ക് അതിന്റെ പൊല്യൂഷൻ താഴ്ത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിന്റെ വിജയം. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ലോകത്തിൽ ഇന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ നൂതനമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ജനങ്ങൾക്കും സമൂഹത്തിനും പ്രകൃതിക്കും ഒരു ഉപദ്രവവും നൽകാത്ത ഒരു ഇൻഡസ്ട്രിയായി മാറുവാൻ കള്ളിയത്ത് ഗ്രൂപ്പിന് കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസം അത് തെളിയിച്ചു കഴിഞ്ഞതാണ്. അതിനെയും പുലരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇതിന് സഹായിച്ച ഗവൺമെന്റിനും മന്ത്രിക്കും ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കുമെല്ലാം ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. ഓരോരുത്തരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി ശ്രീ പ്രഭാകരൻ MLA യെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.